ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് തേങ്ങ ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ ഒരു അടിപൊളി വെണ്ടക്ക കറിയാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഒട്ടും തന്നെ തേങ്ങ ചേർക്കാത്ത രീതിയിലാണ് നമ്മളിവിടെ ഈ ഒരു കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ കറി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം വെണ്ടക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള, 2 പച്ചമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി തക്കാളി ഇത് അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല വലിപ്പത്തിലുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ ഒന്ന് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാനിവിടെ 2 എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂ നട്ട്സ് ആണ്. അപ്പോൾ ഒരു 5-6 ഞാനിതിവിടെ ചൂടുവെള്ളത്തിലിട്ടൊന്ന് കുറച്ച് സമയം കുതിർത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ നമ്മുടെ തക്കാളി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ തക്കാളി മാറ്റി വെക്കാം. ഇനി കറി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം 200 ഗ്രാം വെണ്ടക്ക നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ഹാഫ് കുക്കാവുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഓവറായിട്ട് കുക്കായി പോകരുത് കേട്ടോ. ഒരു ഹാഫ് കുക്കായി കിട്ടിയാൽ മതി. ഇനി ഇതിനെ നമുക്ക് ഈ ഒരു ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. അടുത്തതായിട്ട് ഈ ഒരു സെയിം ചട്ടിയിലേക്ക് തന്നെ ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു അല്പം കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കടുക് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ട് തന്നെ വേണം നമ്മളിതിലേക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അത് സവാളയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുത്തതും 2 പച്ചമുളക് നടുകെ കീറിയെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ എരിവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാനിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും, പിന്നെ ഒരല്പം ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗരം മസാല ഓപ്ഷനിലാണ് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റാണ്. ഇനി എല്ലാം കൂടെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും കാഷ്യൂ നട്ട്സും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളിയുടെ ഈ ഒരു പച്ചക്കുത്തൽ പോയി കിട്ടണത് വരെ ഒരു 3-4 മിനിറ്റ് ഇതേ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തൈര് കൂടെ ചേർത്ത് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ എല്ലാം കൂടെ ഒന്നുകൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി എത്രത്തോളമാണോ നമുക്ക് കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ തക്കാളി അരച്ചെടുത്തുള്ള ആ ഒരു മിക്സി ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ടാണ് കറി വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ലൂസായിട്ടുള്ള കറിയാണ് ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ അളവിൽ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിനെ നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ നല്ല പോലെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച അതേ സെയിം രീതിയിലുള്ള നമ്മുടെ വെണ്ടക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ തേങ്ങയൊന്നും ചേർക്കാതെ നല്ല തേങ്ങ അരച്ച ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു കറി ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.